പാകിസ്ഥാനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മറ്റേത് രാജ്യത്തെ വിശ്വസിച്ചാലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പാടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം മണിക്കൂറുകൾ പോലും തികഞ്ഞില്ല, ഉടനെ തന്നെ വീണ്ടും വെടിയുതിർത്ത് നമ്മുടെ അതിർത്തിയിലേക്ക് ഷെല്ലാക്രമണം ഉൾപ്പെടെ നടത്തിയത്. കുടിച്ച വെള്ളത്തിൽ ഇവരെ വിശ്വസിക്കുക, കാരണം ആ രാജ്യത്തിൽ ആരാണ് നിയന്ത്രിക്കുന്നത്, ആരുടെ കൈകളിലാണെന്ന് അവർക്ക് പോലും അറിയില്ല. ഒരു ജനാധിപത്യ വ്യവസ്ഥയാണെന്നുണ്ടെങ്കിലും പട്ടാള ഭരണം എന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ പട്ടാള ഭരണത്തിൽ ആരോട് പറയണം, എന്ത് പറയണം, ഇതിൽ ആരെ ചർച്ചയ്ക്ക് വിളിക്കണം, അല്ലെങ്കിൽ ഏത് പ്രധാനമന്ത്രിയാണോ പ്രസിഡൻ്റാണോ എല്ലാ പദവികളും ഉണ്ട്. പക്ഷേ ആർക്കും ഇന്ന പൊസിഷൻ അല്ലെ ഇന്നതാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരം ഇന്നാൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇന്ന ഓരോ മന്ത്രിമാർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കതിനപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡൻ്റുണ്ട്. അപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഒരു ചിട്ടയായ ഒരു ചട്ടങ്ങളുണ്ട്. പക്ഷേ പാകിസ്ഥാന് ഒരു നിയന്ത്രണമില്ല. ആരോട് പറയണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളൊരു നിയന്ത്രണമില്ല. ഇന്നലെ പാക് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കരാറ് ഒപ്പിട്ടതിന് ശേഷം അല്ലെങ്കിൽ കരാറ് വന്നതിന് ശേഷം ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. എന്നാലും വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടതിന് ശേഷം നമ്മുടെ ഇന്ത്യ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് അറിയിച്ചു, ഞാൻ ഇടപെട്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ട്വീറ്റ് ചെയ്ത് ഒരുപക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അവിടെ നിന്നും ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത്, മനഃപൂർവ്വമായിട്ട്. കാരണം ഇത് ഒരു രാജ്യത്തിൻ്റെ കൺട്രോളിലല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ പട്ടാള മേധാവിയുടെ കയ്യിലാണ് അല്ല, എന്നാൽ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് അല്ല. കാരണം അവിടെ നിയന്ത്രണങ്ങളില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്ന ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. തീവ്രവാദം മാത്രമാണ് അവരുടെ ലക്ഷ്യവും അവരുടെ അജണ്ടയും. തീവ്രവാദത്തിന് മുന്നിട്ട് തന്നെയാണ് ആ ഭരണവും നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഈ പറഞ്ഞതുപോലെ സൈനിക മേധാവിയോ ആര് പറഞ്ഞാലാണ് അവർ അനുസരിക്കുക? ഇല്ല. അപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാവുക തന്നെ ചെയ്യുകയാണ്. വീണ്ടും ഇത്തരത്തിൽ ഇനി അവർ നിർത്താനും പോകുന്നില്ല. അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ സിവിലിയൻസിന് നേരെ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിനകത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒന്നും തന്നെ അവർ പാഴാക്കില്ല. അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ഇന്നലെ സൈന്യത്തിനെ പിൻവലിച്ചിരുന്നു എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഉണ്ടായേനെ. സൈന്യം ഇന്നലെ അവിടെ നിലയുറപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെട്ടത്. തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. നിലവിൽ പാകിസ്ഥാന് നന്നായിട്ട് അറിയാം, ഇന്ത്യ നന്നായിട്ട് തിരിച്ചടിക്കും, രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആയുധ ശേഖരത്തിലായാലും സൈനിക ബലത്തിലായാലും ഇന്ത്യയെ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് പണ്ടും അറിയാം, ഇന്നും അറിയാം, എന്നും അറിയാം. എന്നാലും വെറുതെ ഒന്ന് ആക്രമണം ഉണ്ടാക്കുവാണ്. പല രാജ്യങ്ങളുടെയും ചിലപ്പോൾ അടിയിലൂടെയുള്ള ചില വാഗ്ദാനങ്ങളുടെ ഫലമായിരിക്കും. പക്ഷേ പാകിസ്ഥാന് 2 ദിവസം 84 മണിക്കൂറുള്ള നീണ്ട ആക്രമണം കൊണ്ട് പാകിസ്ഥാന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇനി ഇന്ത്യയെ ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ കൈയും കാലും പിടിച്ച് ഇന്നലെ ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായതും വെടിനിർത്തൽ ആവശ്യമെന്ന് ആവശ്യപ്പെട്ടതും ഇത്തരത്തിൽ ഇന്ത്യ അതിന് അനുവദിച്ചതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഭയന്നു. 84 മണിക്കൂർ കൊണ്ട് തന്നെ അവർ ഭയന്നു. കാരണം 400 ഡ്രോണുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മിസൈലുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് അയച്ചിട്ട് ഇന്ത്യക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അത് കൃത്യമായിട്ട് അത് തടയുകയും ഇത്തരത്തിൽ ഒരു പക്ഷേ അതിൻ്റെ തടയലിന് നമ്മുടെ സൈന്യം, നമ്മുടെ ആർമി, നേവി, ഈ പറഞ്ഞതുപോലെ എയർഫോഴ്സ് എല്ലാം 3 വിഭാഗങ്ങൾ മാത്രമല്ല ISROയൊക്കെ വികസിപ്പിച്ചെടുത്ത നമ്മുടെ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഇന്നലെ കാണിച്ചത്. കാരണം ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ വികസിപ്പിച്ചെടുത്ത പല കാര്യങ്ങളും ഇതിനെ തടയിടാൻ റഡാറുകളും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവരുടെ ഓരോ നീക്കം നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അല്ലെങ്കിൽ വരുന്ന മിസൈലുകളും ഡ്രോണുകളിനെയൊക്കെ തടയിടാനും അതിനെയൊക്കെ നശിപ്പിക്കാനും തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിൽ നമ്മുടെ ആർമിക്കും നമ്മുടെ നേവിക്കും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു സൈന്യ ഫോഴ്സിന് മാത്രമല്ല നമ്മുടെ ശാസ്ത്ര വിഭാഗത്തിനും കൂടി വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അത്രത്തോളം നമ്മുടെ രാജ്യം വികസിച്ചു. ഒരു പക്ഷേ പാകിസ്ഥാന് അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. മാത്രമല്ല, ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമേരിക്കയാണെങ്കിലും ചൈനയ്ക്കും ഒക്കെ അറിയാം, ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണെങ്കിൽ അത് മറ്റു പല വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുദ്ധം എന്നുള്ളൊരു നീക്കത്തിലേക്ക് പോകാതെ മനഃപൂർവ്വമായിട്ട് പിൻവലിയാണ്. മാത്രമല്ല, ഇപ്പോൾ ഉള്ള രാജ്യങ്ങളൊന്നും പരസ്പരം അത് ഈ യുദ്ധത്തിനെ പണ്ടൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം യുദ്ധം ഇരു രാജ്യങ്ങൾക്ക്, ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണോ ചെയ്യുന്നത്, ഇരു രാജ്യങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാവും, മരണങ്ങളുണ്ടാവും, ജീവനുകൾ നഷ്ടപ്പെടും, സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെടും, ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ എടുത്ത നീതിപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള പല തീരുമാനങ്ങളും കൊണ്ടാണ് വലിയ യുദ്ധങ്ങൾ ഒഴിവായത്. പക്ഷെ വീണ്ടും ആക്രമിച്ചപ്പോഴാണ് ഇന്ത്യ തീർത്തും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഒട്ടും പിന്നോട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്, തീവ്രവാദത്തെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യുക, ഇനി അത് അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. മാത്രമല്ല, സിന്ധു നദീ ജല കരാറിൻ്റെ ഇപ്പോഴുള്ള നിർത്തലാക്കൽ അത് അങ്ങനെ തന്നെ തുടരും. മറ്റുള്ള നയതന്ത്ര പരിപാടികളോ അല്ലെങ്കിൽ വാണിജ്യ ഇടപാടുകളോ പാകിസ്ഥാനുമായിട്ട് നടക്കില്ല. അതൊക്കെ അതിൽ തന്നെ, ആ ഉടമ്പടികളെല്ലാം അങ്ങനെ തന്നെ പോകും. മാത്രമല്ല, ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യും, ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഇന്ത്യ പിന്മാറില്ല. ഇനി ഇന്ത്യക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതൊരു യുദ്ധമായി തന്നെ കണക്കാക്കിക്കൊണ്ട് മുൻപോട്ട് പോകും. പിന്നെ ചർച്ചയ്ക്കില്ല എന്നുള്ള തീരുമാനങ്ങളിലൊക്കെയാണ് ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ അവിടെയും പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ മാന്തുകയാണ് ചെയ്തത്. ഇനിയും മാന്തുക തന്നെ ചെയ്യും. പക്ഷേ കൊടുക്കേണ്ടത് ഇന്ത്യ കൊടുക്കും. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 93,000 സൈന്യരുൾപ്പെടെ നമ്മുടെ ഇന്ത്യ പിടിച്ചെടുക്കുകയും പാകിസ്ഥാനെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഒരു പക്ഷേ വിട്ടുകൊടുത്തതാവാം ഇന്ന് ഇത്തരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്. കാരണം അവർ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദത്തെ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്നലെ തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മദ്രസകളിൽ നിന്നും ഞങ്ങൾ അടുത്ത 2ാം നിരയിലുള്ള സൈന്യത്തെ ഞങ്ങൾ ഇറക്കും, മദ്രസകളിൽ നിന്നുള്ള കുട്ടികൾ. കാരണം അവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം എങ്ങനെ തീവ്രവാദം ഉണ്ടാവണം, എങ്ങനെ ഇസ്ലാമിക് തീവ്രവാദം ഉണ്ടാകണം, എങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ നശിപ്പിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. മതപഠനം എന്ന് പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കാനും അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കാനും നന്മകൾ ചെയ്യുവാനും അല്ലെ ഓരോ കുട്ടികളെ പഠിപ്പിച്ചത്. പക്ഷെ ഇവർ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഖ്വാജ ആസിഫ് ഇത്തരത്തിലുള്ള കാര്യവുമായിട്ട് വന്നത്. മണ്ടത്തരങ്ങളാണ് പറയുന്നത് അത്രയും. കാരണം എങ്ങനെ ഇതിനൊക്കെ പ്രതിരോധിക്കണം. കാരണം ഇന്ത്യ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ വാഗൊണ്ടല്ല പ്രതിരോധിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചിറക്കി വിടുക. ശരിക്കും അവർ ആൾ പറഞ്ഞതിൽ ആ ഒരു കാര്യം ശരിയാണ്. മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഇത്തരത്തിലാണ്, അവരുടെ തലമുറകൾ അങ്ങനെയാണ് പടുത്തുയർത്തി വരുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രമല്ല തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങൾ. അപ്പോൾ ആ ഹബ്ബിനെ, ആ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ചൈന പാകിസ്ഥാന് സപ്പോർട്ടായിട്ട് നിൽക്കും. അതിന് കാരണം ചില വാണിജ്യ ഇടപാടുകൾ, ചില ഇന്ത്യക്കെതിരെയുള്ള ചില പ്രയോഗങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ചൈന നിൽക്കുന്നത്. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, അത് നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. ഒപ്പം ഇന്ത്യയോടൊപ്പം തന്നെ കാണുക തന്നെ ചെയ്യും. ഏതായാലും പാകിസ്ഥാനെ കുടിച്ച വെള്ളത്തിൽ ഇനിയും വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് വീണ്ടും പാകിസ്ഥാൻ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യക്കറിയാം, അതിന് തയ്യാറെടുപ്പ്. പക്ഷേ ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും ഇന്ത്യ ചെന്നെത്തുക. അത് ഒട്ടും തന്നെ ഇന്ത്യ പിന്മാറുകയുമില്ല. കാരണം ഇത് ഏറെയായി നമുക്കറിയാം, മുംബൈ ആക്രമണം, പുൽവാമ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നപ്പോഴും ഭീകരന്മാരെ മാത്രമാണ് കേന്ദ്രീകരിച്ച് തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും അത്തരത്തിൽ ഒരു ചെറിയ മറുപടികൾ കൊടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും ഇവർ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കനത്ത തിരിച്ചടികൾ കൊടുക്കുക തന്നെ ഇന്ത്യ ചെയ്യും. കാരണം ഇന്നലെ ഒരു എക്സ്ക്യൂസ് കൊടുത്തിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്മാറിയില്ല. ഇനി വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആണവായുധങ്ങൾ ഉൾപ്പെടെ
ഇന്ത്യയിലേക്ക് പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് മോദി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആണവായുധം തൊടില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിലും ഒരു പക്ഷേ ഇന്ത്യക്ക് വേണ്ടി അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ആണവായുധം പ്രയോഗിക്കാം. അങ്ങനെയെങ്കിൽ അത് വലിയ രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയോടൊപ്പം മറ്റു പല രാജ്യങ്ങൾ ചേരും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേരും. അങ്ങനെയാണ് വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും വീണ്ടും പോകുന്നത്. എന്ത് തന്നെയായാലും യുദ്ധം ഇരു രാജ്യങ്ങൾക്കും നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ ആണെങ്കിലും കൊടുക്കേണ്ടുന്ന തിരിച്ചടികളും മറുപടികളും കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇന്ത്യക്ക് നഷ്ടവും നാശവും ഉണ്ടാവാൻ പാകിസ്ഥാൻ ഇടവരുത്തും. ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് വീണ്ടും വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ചൈന കൊടുത്തിട്ടുള്ള പല ആയുധങ്ങളും ചൈനയുടെ നിർദ്ദേശമില്ലാണ്ട് പാകിസ്ഥാൻ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ഒരു തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനും ചൈന ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം ചൈനയുടെ പൊട്ടാത്ത മിസൈൽ വരെ ഇന്ത്യ പിടിച്ചെടുത്തു. അപ്പം ഈ ഒരു ഒറ്റ കാരണം ചൈനയിൽ നിന്നും, ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്നും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും പിന്മാറി എന്നുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. എന്തു തന്നെയായാലും പാകിസ്ഥാന് 4 വശത്തു നിന്നും തിരിച്ചടിയാണ്. പക്ഷേ ചൈന ഒപ്പം ഉണ്ട്. കാരണം അവർ തമ്മിലുള്ള മറ്റെന്തെങ്കിലും തീവ്രവാദ ഇടപാടുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. എന്തു തന്നെയായാലും വരും മണിക്കൂറുകളിൽ നമുക്കറിയാം യുദ്ധം ഉണ്ടാകുമോ, യുദ്ധം ഇനി നടക്കുമോ. ഏതായാലും ഇപ്പോൾ സമാധാന അന്തരീക്ഷമാണ് അതിർത്തിയിലൊക്കെ ഉള്ളത്. മറ്റന്നാളത്തോടെ വീണ്ടും ചർച്ചയിലേക്ക് കടക്കും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു തീരുമാനം വന്നാലും, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു തീരുമാനം എത്തിയാലും, പക്ഷെ അവിടെ തീവ്രവാദികൾ, സൈനികരായിട്ടുള്ള തീവ്രവാദികൾ, അവിടുത്തെ തീവ്രവാദികൾ തന്നെയാണ്, ഇസ്ലാമിക് തീവ്രവാദികൾ തന്നെയാണ്. അവർ ആ ഒരു രാജ്യത്തിൽ ഭരിക്കുന്നിടത്തോളം കാലം ഒരു പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിന്, ഈവൻ സൈനിക മേധാവിക്ക് പോലും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. തീവ്രവാദികൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു പക്ഷേ ആ രാജ്യത്തിനെ മുഴുവനായിട്ട് ബാധിക്കുകയും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇനിയൊരു തിരിച്ചടി ഇന്ത്യക്ക്, ഇനിയൊരു ചെറിയ എന്തെങ്കിലും ഒരു നീക്കം തന്നെ ഉണ്ടായാൽ ഇന്ത്യ അത് യുദ്ധമെന്ന് തന്നെ പ്രഖ്യാപിച്ച് മുൻപോട്ട് തന്നെ പോകും എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ.